നല്ല രീതിയിൽ എയർ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ വിൻഡോസും അതുപോലെ ഡോർസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, എവിടേക്കാണ് വെക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതുപോലെ വെൻറ്റിലേറ്റേഴ്സ്, പിന്നെ നമ്മുടെ ചുമരിന് മുകളിലായിട്ട് ഓപ്പണിങ്സ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ അലൈൻ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ റൂം ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ സാധാ ചെറിയ വീടുകൾക്കൊക്കെ ഒരു 10 അടി നീളം 10 അടി വീതി ഇങ്ങനെയൊക്കെ ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉണ്ടാകുക. അപ്പോൾ ഒരു 100 സ്ക്വയർ ഫീറ്റ് നമ്മുടെ റൂമിൻ്റെ സൈസ് ഉണ്ടെങ്കിൽ ഒരു 15 സ്ക്വയർ ഫീറ്റ് വിൻഡോ വേണം. ഏറ്റവും മിനിമമാണിത്. ഒരു 100 സ്ക്വയർ ഫീറ്റ് റൂമിൻ്റെ സൈസ് ആണെങ്കിൽ ഒരു 15 സ്ക്വയർ ഫീറ്റ് അതിൽ ടോട്ടൽ നമുക്ക് വിൻഡോസിൻ്റെ ഏരിയ വേണം. അത് എന്നാലേ നമുക്ക് കറക്റ്റ് എയർ ഫ്ലോ ഉണ്ടാവുകയുള്ളൂ. അടുത്തെന്ന് പറയുന്നത് വിൻഡോയുടെ ഓറിയൻറ്റേഷനാണ്. അഡ്ജസൻറ്റ് വാളുകൾ, അതുപോലെ ഓപ്പോസിറ്റ് വാളുകൾസിലൊക്കെ നമ്മൾ എന്തായാലും വിൻഡോ കൊടുക്കണം. അതായത് നമ്മളൊരു കോർണറൊക്കെ ഉണ്ടെങ്കിൽ ആ 2 അഡ്ജസൻറ്റ് വാളുകളിൽ നമ്മളൊരു വിൻഡോ കൊടുക്കണം. അതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, എന്നാലേ ഒരു സൈഡിൽ നിന്ന് കാറ്റ് ഇറങ്ങിയിട്ട് മറ്റേ സൈഡിലേക്ക് കാറ്റ് പോവുകയുള്ളൂ. പിന്നെ നമ്മുടെ വീടുകളിൽ കാറ്റൊക്കെ നന്നായിട്ട് വരുന്ന സൈഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ആ സൈഡുകളിലൊക്കെ ഒരു ഫുൾ വിൻഡോയോ അല്ലെങ്കിൽ കുറച്ച് വീതി കൂട്ടിയ വിൻഡോ കൊടുക്കുക. മറ്റേ സൈഡുകളിൽ കുറച്ച് വീതി കുറഞ്ഞിട്ടുള്ള വിൻഡോ, അല്ലെങ്കിൽ നമ്മുടെ ഈ സാധാ നോർമൽ വിൻഡോ അല്ലേ, ഹാഫ് ആയിട്ടുള്ള വിൻഡോ, അത് കൊടുക്കുക. അല്ലെങ്കിൽ മുകളിലൊരു വെൻറ്റിലേഷനൊക്കെ കൊടുക്കുക. അടുത്തത് ഈ ജനലിന് മുകളിലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡോറിന് മുകളിലായിട്ട് ഇതുപോലെ വെൻറ്റിലേഷൻസ് കൊടുക്കുക. ഇതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ഹോട്ട് എയർ എപ്പോഴും മുകളിലേക്കായിരിക്കും പോകുക. ഹോട്ട് എയറിന് ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ അത് മുകളിൽ ചെന്നായിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ഈ ഹോട്ട് എയർ പുറത്ത് പോകാൻ നമ്മളിതുപോലെ മുകളിൽ വെൻറ്റിലേഷൻ അല്ലെങ്കിൽ ചുമരിലൊരു ചെറിയ ഓപ്പണിങ്സ് ഒക്കെ കൊടുത്താൽ ഈ ഹോട്ട് എയർ പെട്ടെന്ന് പുറത്തിറക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കോൾഡായിട്ടുള്ള ഹെയർ നമ്മുടെ താഴെയാണ് നിൽക്കുക, അതിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും. ജനലിന് അടുത്തായിട്ട് നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. നല്ല തണുപ്പുള്ള മാംഗോ, അതുപോലെ നീം, നമ്മുടെ വേപ്പില്ലേ, അതുപോലത്തെയൊക്കെ മരങ്ങളൊക്കെ നന്നായിട്ട് വെച്ച് പിടിപ്പിക്കുക ജനലിൻ്റെ അടുത്തായിട്ട്. ഇതൊക്കെ നല്ല കാറ്റ്, നല്ല എയർ ഫ്ലോ നമുക്ക് കിട്ടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല എയർ ഫ്ലോ കിട്ടും. നല്ല ശുദ്ധവായു ശ്വസിച്ച് നമുക്ക് വീട്ടിൽ തന്നെ കഴിയാം. പിന്നെ ചൂടും കുറവായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് കൊടുക്കുക. ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ട് കാണാം. ബൈ.